തോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ സിനിമ ജിത്തു ജോസഫ് ആസിഫ് അലി കോംബോയുടെ പുതിയ സിനിമ മിറാജിന്റെ ടീസർ വന്നിട്ടുണ്ട്. ജിത്തു ജോസഫ് ആസിഫ് അലി ഇതിനു മുമ്പ് ഒന്നിച്ചിട്ട് ഈ പടം സിനിമയെന്ന് നമുക്കറിയാവുന്നതാണ്. കൂമൻ നല്ല സിനിമയായിരുന്നു, ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിറ്റായിരുന്നു ആ പടം. ഹിറ്റ് സ്റ്റാറ്റസിൽ വന്ന പടമാണ്, നല്ല പോസിറ്റീവ് റിവ്യൂ വന്നൊരു പടമായിരുന്നു. അപ്പൊ അതിനുശേഷം വരുന്നൊരു ജിത്തു ആസിഫ് കോംബോയിൽ വരുന്ന ചിത്രമാണ് മിറാജ്. വലിയ ചർച്ചകളൊന്നും ഈ സിനിമയെ കുറിച്ചില്ല. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് വരുന്നു. കാര്യമായ ചർച്ചകളൊന്നും എവിടെയും കേട്ടില്ല. അപർണ ബാലമുരളിയാണ് നായിക. അപ്പൊ ഇന്നലെ അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ടീസർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. I can tell you one thing. You are in serious trouble. എന്തായിരുന്നു സംഭവം? അത് ഒന്നും മനസ്സിലായില്ല സത്യത്തിൽ. ടീച്ചർ കണ്ടിട്ട് ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഒരു സർപ്രൈസ് എലമെന്റ് എപ്പോഴും, അതായത് എന്താണ് സിനിമ എന്നുള്ളത് ട്രെയിലറും ടീച്ചറും പുറത്ത് വിടരുതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അപ്പൊ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. എന്നാലും എന്തെങ്കിലും ഒരു ഫീല് കിട്ടണം കാണുമ്പോൾ. ഇതൊന്നും ആദ്യം ആസിഫ് അലി വന്നിട്ട് ഒരു ലോക്കർ തുറന്ന് അതിൽ നിന്ന് എന്തൊക്കെ എടുക്കുന്നു. പിന്നെ അപർണ വന്ന് നോക്കുമ്പോൾ ലോക്കറിലൊന്നുമില്ല. അത് ഞാൻ രണ്ടുപേരും വന്ന് നോക്കുമ്പോൾ വീണ്ടും ഡോക്യുമെന്റ് എന്തൊക്കെ ഇരിക്കുന്നു. എന്തായാലും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പിന്നെ ജിത്തുവിന്റെ പടമാണല്ലോ, എന്തെങ്കിലും കാണും, നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചർ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഹക്കീം ഷാ, സമ്പത്ത് രാജ്, പിന്നെ ഹന്ന റജി, കൊഷി അവരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ആ ടീച്ചറിൽ കണ്ടായിരുന്നു. മിറാജ് ഫേഡ് വെൻ യു കംസ് ക്ലോസർ, അതായത് നിങ്ങൾ അടുത്തേക്ക് വരുന്നതോറും അത് ഫേഡായി പോകുന്ന ഒന്ന് എന്നാണ് എന്റെ ഒരു അണ്ടർലൈൻ കൊടുത്തേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ടീച്ചറിലെ വന്നിട്ടുള്ളൂ, ട്രെയിലറും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും ആസിഫ് അലി എന്തായാലും പ്രകടനം കൊണ്ട്, അതിപ്പോ മികച്ച പടമാണെങ്കിലും മോശം പടമാണെങ്കിലും ആസിഫ് അലി പ്രകടനം കൊണ്ട് തകർക്കാൻ നോക്കാം. അപർണയും നല്ല ആക്ട്രസ്സാണ്. അപ്പോൾ ഒരു ജിത്തു ആസിഫ് മാജിക് വീണ്ടും കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.